ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ അവസാന ദിവസം കാട്ടുതീ പോലെ പടർന്നു തീപിടിച്ച നീചമായ നിന്ദ്യമായ വർഗീയ പ്രചരണ സ്ക്രീൻഷോട്ട് ഇടതു സൈബർ ഗ്രൂപ്പുകളിലാണ് ആവിർഭവിച്ചതെന്ന് പറയുകയാണ് പോലീസ്. ആദ്യമായി ആ സ്ക്രീൻഷോട്ട് ഇടതു വാട്സാപ്പ് ഗ്രൂപ്പിലിട്ടത് ഡിവൈഎഫ്ഐ നേതാവ് റിവേഷ് രാമകൃഷ്ണനാണെന്നാണ് ഹൈക്കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിൽ പോലീസിന്റെ കണ്ടെത്തൽ. ആ സ്ക്രീൻഷോട്ട് റിവേഷ് കിട്ടിയത് എവിടെയാണെന്ന് അധ്യാപകൻ കൂടിയായ ഇയാൾ പോലീസിനോട് പറയുന്നുമില്ല. എന്തൊരു വർഗീയതയാണോ ഇത് എന്നൊരു മുഖവരിയോടെ ആ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്ത കെ ലതികയെ കെ ശൈലജ ഇന്ന് തള്ളിപ്പറയുന്നുമുണ്ട്. 10 വോട്ടിന് വേണ്ടി നാടിനെ കുട്ടിച്ചോറാക്കാൻ അധമപ്പണി കാണിച്ചത് ഏതെങ്കിലും പോരാളി ഷാജിമാർ മാത്രമാണോ, അതോ അതിനപ്പുറം ആഴം ആ ദുഷ്ടവൃത്തിക്കുണ്ടോ? അങ്ങനെ കോടതിയിൽ കൊടുക്കുന്ന റിപ്പോർട്ടിൽ സംശയാസ്പദമായി ഇടത് സൈബർ ഗ്രൂപ്പുകൾ അവിടെ ഉണ്ട്. ഏറ്റവും ആദ്യത്തെ കണ്ണിയായ റിവേഷ് രാമകൃഷ്ണൻ എന്നൊരു പേരുകാരനുണ്ട്. അങ്ങനെയെങ്കിൽ അയാൾ ഇപ്പോഴും സാക്ഷിയാണ്, പ്രതിയല്ല. അതെന്തുകൊണ്ടാണ് സന്ദീപ്? അശ്മി, ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിൽ ഏതെങ്കിലും ഒരു ലോക്സഭാ മണ്ഡലത്തിൽ അല്ലെങ്കിൽ രാജ്യത്ത് തന്നെ ഏതെങ്കിലും ഒരു ലോക്സഭാ മണ്ഡലത്തിൽ ഇത്രത്തോളം ഹീനമായിട്ടുള്ള ഒരു മതവർഗീയ പ്രചാരണം നടത്തുന്നുണ്ടെങ്കിൽ അത് വടകരയിലാണ് സംഭവിച്ചിട്ടുള്ളത്. ഇക്കാര്യത്തിൽ ഞങ്ങൾ രണ്ട് കൂട്ടരെയും വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം രണ്ട് കൂട്ടരും അവിടെ അവരുടെ താല്പര്യങ്ങൾക്കനുസൃതമായിട്ടുള്ള മതവർഗീയത ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രചരണം നടത്തിയിട്ടുണ്ട്. CPM ഡിജിറ്റലി നടത്തിയിട്ടുള്ള വർഗീയ പ്രചരണമായതുകൊണ്ട് ഡിജിറ്റൽ എവിഡൻസ് അവശേഷിക്കുന്നത് കൊണ്ടും അവരിക്കാര്യത്തിൽ പിടിക്കപ്പെട്ടു. ഒരു വെള്ളാട്ടപ്പോക്കറുടെ റോൾ എടുത്തത് കൊണ്ട് അവർ പിടിക്കപ്പെട്ടു. മറുവശത്ത് CPM മൊബൈൽ ടു മൊബൈലാണ് ഇത്തരത്തിലുള്ള വർഗീയ പ്രചരണം നടത്തിയതെങ്കിൽ മറുവശത്ത് UDF മഹല്ല് ടു മഹല്ല് വർഗീയ പ്രചരണം നടത്തിയിട്ടുണ്ട്. ആ ആക്ഷേപം ഞങ്ങൾക്കുണ്ട്, അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഇന്നത്തെ ചർച്ച എന്ന് പറയുന്നത് CPM നടത്തിയിട്ടുള്ള CPMന്റെ സൈബർ അണികൾ നടത്തിയിട്ടുള്ള ഈ വർഗീയ പ്രചരണം അത് കയ്യോടെ പിടികൂടിയതാണല്ലോ. ഇവരേറെക്കാലം ഞങ്ങളല്ല എന്ന് പറഞ്ഞിരുന്നതാണല്ലോ. നോക്കൂ, ഈ ആശ്മി, നമുക്കറിയാം ഈ മേഖല എന്ന് പറയുന്നത് നാദാപുരം അടക്കമുള്ള മേഖല ഏറെക്കാലമായി, വളരെ വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി കടുത്ത തോതിൽ വർഗീയമായി ധ്രുവീകരിക്കപ്പെട്ടിട്ടുള്ള സ്ഥലമാണ്. അവിടെ കണാരൻ MLA ആയിരിക്കുന്ന കാലഘട്ടം മുതൽക്ക് 88 നടന്ന കലാപത്തിൽ അവിടെ 9 പേരോളം മരിച്ചാണ്. കണാരന്റെ വാഹനം തടഞ്ഞു, മുസ്ലിം ലീഗുകാർ തടഞ്ഞു, ആക്രമിച്ചു എന്നുള്ളതിന്റെ പേരിലാണ് വലിയ കലാപാദ്യം ഉണ്ടാകുന്നത്. അതിനുശേഷം 2001 വീണ്ടും 4-5 പേര് മരിച്ച കലാപം ഉണ്ടായി. 2015 കലാപം ഉണ്ടായി. അപ്പൊ നിരന്തരമായി കലാപങ്ങളുടെ, വർഗീയ കലാപങ്ങളുടെ ഒരു പശ്ചാത്തലമുള്ള പ്രദേശത്താണ് ഇത്തരത്തിലുള്ള സ്ക്രീൻഷോട്ട് ഉണ്ടാവുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയ ആളുകളുടെ ബുദ്ധി എന്ന് പറയുന്നത് ഈ സ്ക്രീൻഷോട്ട് ഇട്ടാൽ വിശ്വസിക്കപ്പെടുന്ന രാഷ്ട്രീയ സാഹചര്യം അവിടെ ഉള്ളതുകൊണ്ടാണ്. ഇത്തരമൊരു സ്ക്രീൻഷോട്ട് പ്രചരിപ്പിക്കപ്പെട്ടാൽ അത്തരമൊരു സ്ക്രീൻഷോട്ട് പ്രചരിപ്പിക്കാൻ തക്കവണ്ണമുള്ള വർഗീയവാദികളാണ് മറുവശത്തെന്ന് സാമാന്യന ജനങ്ങൾ വിശ്വസിക്കുന്ന ഒരു പ്രദേശമാണ്. കാരണം ദീർഘകാലമായിട്ട് രണ്ടു കൂട്ടരും മതവർഗീയതയെ ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രദേശത്ത് തെരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ടുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, 2001 തെരഞ്ഞെടുപ്പ് കാലത്ത് അതിവൈകാരികമായിട്ട് UDF കേരളത്തിലുടനീളം ഒരു മുസ്ലിം സ്ത്രീയെ നിസ്കാരപ്പായിലിട്ട് ബലാത്സംഗം ചെയ്ത കഥകൾ കേരളത്തിലുടനീളം അവർ പ്രസംഗിച്ചുകൊണ്ട് നടന്നു. അതിന്റെ എൻഡ് റിസൾട്ട് എന്താ ഉണ്ടായത്? നിരപരാധിയായിട്ടുള്ള ചെറുപ്പക്കാരനെ പോപ്പുലർ ഫ്രണ്ടിന്റെ അന്നത്തെ രൂപമായിട്ടുള്ള NDF-കാർ വെട്ടിക്കൊന്നു. നമുക്കറിയാലോ, ബിനു എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ കൊലപാതകത്തിൽ ആ പ്രചരണം എത്തിച്ചു. അപ്പൊ UDF-ഉം LDF-ഉം ഈ നാദാപുരം വടകര മേഖലയിൽ ദീർഘകാലമായിട്ട് ഇത്തരത്തിലുള്ള വർഗീയ പ്രചരണം നടത്തിയിട്ടുണ്ട്. ആ വർഗീയ പ്രചരണത്തിന്റെ ഏറ്റവും നഗ്നമായിട്ടുള്ള രൂപമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. നമുക്കറിയാം, ഇതേ മേഖലയിലാണ് നേരത്തെ TP ചന്ദ്രശേഖരൻ വധക്കേസിന്റെ സമയത്ത് മാഷാ അള്ളാ സ്റ്റിക്കർ ഒട്ടിച്ച് കൈരളി TV-യിൽ വാർത്ത വന്നു. മാഷാ അള്ളാ സ്റ്റിക്കർ ഒട്ടിച്ച ഒരു വാഹനത്തിലാണ് TP ചന്ദ്രശേഖരനെ കൊല ചെയ്യാൻ കൊലയാളികൾ വന്നത് എന്ന വാർത്ത പാർട്ടി ചാനൽ വരികയാണ്. അതിനു മുൻപേ ഈ പ്രദേശത്ത് തൊട്ടടുത്ത് കിടക്കുന്ന തലശ്ശേരിയിൽ ഫസൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ പള്ളിയിൽ നിന്ന് രാവിലെ സുബഹി നിസ്കരിച്ചിറങ്ങിയ ഫസലിനെ വെട്ടിക്കൊന്ന ഫസലിന്റെ ചോരയിൽ ഒരു തൂവാല മുക്കി ആ തൂവാല കൊണ്ടുപോയി RSSന്റെ ശാഖയിൽ ഇട്ട ശേഷം അവിടെ വർഗീയ കലാപം ഇളക്കി വിട്ട് അവിടെ രക്ഷക വേഷം കെട്ടാൻ വേണ്ടി CPM ശ്രമിച്ചു എന്നാണ് CBI കണ്ടെത്തിയിരിക്കുന്നത്. ആരെങ്കിലും കണ്ടെത്തിയതല്ല, CBIയുടെ കുറ്റപത്രത്തിൽ പറയുന്നത്. CPMന്റെ പ്രമുഖ നേതാക്കൾ ആ കേസിൽ പ്രതികളല്ലേ. അപ്പൊ CPM കാലങ്ങളായി, അതിനു മുമ്പ് തലശ്ശേരി കലാപത്തിന്റെ സമയത്ത് കള്ള് ഷാപ്പിൽ കള്ളു കുടിക്കാൻ പോയി അവിടെ സംഘർഷത്തിൽ കൊല്ലപ്പെട്ട കുഞ്ഞിരാമനെ പള്ളി സംരക്ഷിക്കാൻ പോയ കുഞ്ഞിരാമനായി ഇപ്പോഴും വാഴ്ത്തിപ്പാടുന്നുണ്ട്. എന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ തീവാറും പോരാട്ടമായിരുന്നു. അങ്ങേയറ്റ തീവാറും പോരാട്ടം നടക്കുന്ന പ്രചരണ ഭൂമികളൊക്കെ ഏറിയും കുറഞ്ഞും ഇത്തരത്തിൽ അനാരോഗ്യമായ പ്രകടനങ്ങൾ കാണുന്നുണ്ട്. വടകര ഇക്കുറി അത് കുറച്ച് കൂടിയ അളവിൽ കണ്ടു. അതിനൊക്കെ അപ്പുറം എന്ന് പറഞ്ഞാൽ ഇത് അത്തരത്തിലുള്ള ഒരു തീപ്പൊരിയുള്ള ഒരു മേഖലയിൽ ഇത്തരത്തിലുള്ള ഒരു സ്ക്രീൻഷോട്ട് ഇറക്കിക്കൊണ്ട് അതിൻ്റെ സകല സീമകളും ലംഘിച്ച ഒരു നടപടിയാണ് ആ സ്ക്രീൻഷോട്ട്. അതിനി ആവർത്തിക്കരുത് എന്നതിൻ്റെ ഒരു മാതൃക കൂടി ആവുന്നില്ലേ ഇപ്പോൾ ഈ കാസിം നടത്തുന്ന വ്യവഹാരങ്ങളും അതിൻ്റെ യഥാർത്ഥ പ്രതികൾ പുറത്തേക്ക് വരുന്നതും? സന്ദീപ്. അല്ല ഹാഷ്മി, പറയുമ്പോൾ ചില കാര്യങ്ങൾ തുറന്നു പറയേണ്ടി വരും. കെ ശൈലജ വാസ്തവത്തിൽ ഊതി വീർപ്പിച്ച ഒരു PR മന്ത്രിയായിരുന്നു. അവരുടെ PR ടീമിന്റെ വർക്കിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രചരണം നടന്നിട്ടുള്ളത്. അപ്പുറത്ത് മത്സരിച്ച സ്ഥാനാർത്ഥിയും
PR വർക്കിന്റെ അടിസ്ഥാനത്തിൽ വലിയ തോതിൽ PR വർക്ക് നടത്തിയിട്ടുള്ള ആളാണ്. അപ്പോൾ ഈ രണ്ട് കൂട്ടരെയും PR ടീമുകൾ തമ്മിലുള്ള വലിയൊരു യുദ്ധമാണ് വടകരയിൽ നടന്നത്. അതിനുവേണ്ടി അവർ എല്ലാ ആയുധങ്ങളും ഉപയോഗിച്ചു, മതം ഉപയോഗിച്ചു, ജാതി ഉപയോഗിച്ചു, സകലമാന ആയുധങ്ങൾ ഉപയോഗിച്ചു. ഇതാണ് അതിന്റെ സത്യം എന്ന് പറയുന്നത്. ഈ PR വർക്കിന്റെ ഭാഗമായിട്ട് നടന്നിട്ടുള്ള ഈ യുദ്ധത്തിന്റെ ഭാഗമായിട്ടാണ് കാഫിർ സ്ക്രീൻഷോട്ടൊക്കെ ഉണ്ടാവുന്നത്. അത് സംബന്ധിച്ച് അന്വേഷണം നടക്കട്ടെ. എന്തായാലും ഒരു കാര്യം പറയാം, BJPയെ സംബന്ധിച്ചോളം BJPക്ക് കേരളത്തിൽ തന്നെ ഏകദേശം 1,20,000 വോട്ട് മാത്രം കിട്ടിയിട്ടുള്ള ഒരു ലോക്സഭാ മണ്ഡലമാണ് വടകര. താരതമ്യേന മറ്റ് ലോക്സഭാ മണ്ഡലങ്ങളെ അപേക്ഷിച്ച് ദുർബലമായിട്ടുള്ള പ്രദേശമാണ്. CPM ഒക്കെ പറയുന്നത്, അല്ലെങ്കിൽ CPMന്റെ ഒരു ഇടത് നറേറ്റീവ് എന്ന് പറയുന്നത് കേരളത്തിൽ അവർ സൃഷ്ടിച്ചിട്ടുള്ള ഏറ്റവും മാതൃകാപരമായിട്ടുള്ള വർഗീയ ശക്തികളെ തുരത്തിയിട്ടുള്ള ഒരു ഭൂമികയാണ് കണ്ണൂരും വടകരയും എന്നൊക്കെയാണല്ലോ അവർ പറയുന്നത്. ആ വടകരയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വർഗീയമായിട്ടുള്ള പ്രചരണത്തിന് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സാക്ഷ്യം വഹിച്ചതെന്ന് നമ്മൾ കണ്ടു. നേരത്തെ തന്നെ അതിന്റെ പശ്ചാത്തലവും അങ്ങനെയാണ്. ദീർഘകാലമായിട്ട് വർഗീയ അടിസ്ഥാനത്തിൽ ചേരിതിരിക്കപ്പെട്ടിരിക്കുന്നു. ഇന്നലെ ആരെയാണ് ഇവർ കുറ്റപ്പെടുത്താൻ പോകുന്നത്? ഇവരെല്ലാവരും ഈ വർഗീയത ആയുധമാക്കി എടുത്തുകൊണ്ട് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി എടുത്തുകൊണ്ട് അവർ മറ്റുള്ളവരെ തലയിലേക്ക് ഇത് കെട്ടിവെച്ചു കൊടുക്കുന്നു. പലപ്പോഴും ഞങ്ങളുടെ തലയിലേക്ക് ഇത് കെട്ടിവെച്ചിട്ടുണ്ട്. നിരവധി ഞങ്ങളുടെ പ്രവർത്തകർ ഇപ്പൊ കാസിമോട് യുദ്ധം ചെയ്തു, അയാൾ അതിൽ നിരപരാധിത്വം തെളിയിച്ചു. പക്ഷേ പലപ്പോഴും കോടതിയിൽ പോകാൻ സാധിക്കാത്ത സാധാരണക്കാരടക്കമുള്ളവർ ഇത്തരത്തിലുള്ള CPMന്റെ ഇത്തരത്തിലുള്ള നികൃഷ്ടമായിട്ടുള്ള പ്രവർത്തികൾക്ക് ഇരയാക്കപ്പെട്ടിട്ടുണ്ട്, കേസുകൾ പ്രതിയാക്കപ്പെട്ടിട്ടുണ്ട്. നിരവധിയായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. അത് മാത്രമല്ല, ഈ കേരളത്തിലുടനീളം നോക്കൂ, ഈ മുഖ്യമന്ത്രിയുടെ വകുപ്പാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. മുഖ്യമന്ത്രിക്കെതിരെ ആരെങ്കിലും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാൽ, അതല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ നിലപാടിനെതിരെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്കെതിരെ കേസെടുക്കുകയും 24 മണിക്കൂറിനകം അയാളെ അർദ്ധരാത്രി വീട്ടിന് ചുറ്റും നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരും, ഒരു ഭീകരവാദിയെ പോലെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന കേരളത്തിലെ പോലീസ് സംവിധാനം ഇത്രയും കാലമായിട്ട് പോരാളി ഷാജിയുടെ അഡ്മിനെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല എന്ന് പറയും. ഇപ്പോഴാണ് പോരാളി ഷാജിക്ക് അഡ്മിൻ ഉണ്ടെന്നും ആ അഡ്മിന്റെ പേരും നമ്മൾ അറിയുന്നത്. ഇപ്പൊ ഹാഷ്മിക്ക് സമാധാനമായി ഉണ്ടാവും. ഹാഷ്മിയെ നിരന്തരമായിട്ട് ആക്ഷേപിച്ചിരുന്ന പോരാളി ഷാജിയുടെ അഡ്മിനാണെന്ന് ഈ സമയത്ത് ഹാഷ്മിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ ഉൾപ്പെടെയുള്ളവർ ഈ പോരാളി ഷാജിയുടെ അബ്യൂസിന് ഇരയായിട്ടുണ്ട്. കേരളത്തിലെ പോരാളി ഷാജിയുടെ അബ്യൂസിന് അല്ലെങ്കിൽ തെറിവിളിക്ക് ഇരയാവാത്ത CPM അല്ലാത്ത ഏത് രാഷ്ട്രീയ നേതാവുള്ള, CPMലെ രാഷ്ട്രീയ നേതാക്കളൊഴികെ ബാക്കി എല്ലാവർക്കെതിരെയും ഈ പോരാളി ഷാജിയുടെ പേജിൽ നിന്ന് വളരെ അബ്യൂസീവായിട്ടുള്ള ലാംഗ്വേജിൽ കണ്ടന്റുകൾ വന്നിട്ടില്ലേ? ഇപ്പോഴല്ലേ ഈ കോടതി ഇടപെട്ടപ്പോഴല്ലേ ഈ അഡ്മിൻ പുറത്തു വരുന്നത്? നോക്കൂ, വാസ്തവത്തിൽ പോരാളി ഷാജിക്കെതിരെ എത്ര കേസുകൾ എടുക്കേണ്ടതാ? ഇവർ ഈ നിമിഷം വരെ അവരെ സംരക്ഷിക്കുകയല്ലേ? ഒരു കേസല്ല, BJPയുടെ എല്ലാ നേതാക്കളും ഇവരുടെ അസഭ്യവർഷത്തിന് ഇരയായിട്ടുണ്ട്. വ്യാജമായിട്ടുള്ള പ്രചരണങ്ങൾക്ക് ഇരയായിട്ടുണ്ട്. ഹാഷ്മി അടക്കമുള്ള മാധ്യമപ്രവർത്തകർ പോരാളി ഷാജിയുടെ ഈ വ്യാജമായിട്ടുള്ള പ്രചരണങ്ങൾക്ക് ഇരയായിട്ടുണ്ട്. പക്ഷേ ഈ CPM ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു വിശുദ്ധമായിട്ടുള്ള പ്രദേശം ഉണ്ടല്ലോ, അവരുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സർവാധിപത്യമുള്ളൊരു പ്രദേശം ഉണ്ടല്ലോ, ആ സർവാധിപത്യമുള്ള പ്രദേശം അതാണ് കേരളത്തിലെ ഏറ്റവും അധികം തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വിളനിലമാകുന്ന പ്രദേശം, ഏറ്റവും അധികം വർഗീയമായിട്ടുള്ള പ്രചരണം നടക്കുന്ന പ്രദേശം. ഇതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും CPM ഏറ്റെടുത്തേ പറ്റൂ. CPM മാത്രമാണ് ഇതിന് ഉത്തരവാദികളായിട്ടുള്ളത്. അവരുടെ നേതാക്കൾ ഇപ്പോഴും മൗനം പാലിക്കുകയാണ്. ഓർമ്മയില്ലേ, ഫസൽ വധക്കേസ് വന്ന സമയത്ത് എത്ര പെട്ടെന്നാണ് തിരുവനന്തപുരത്തുള്ള കോടിയേരി ബാലകൃഷ്ണൻ പ്രതികൾ RSS ആണെന്ന് പ്രഖ്യാപിച്ചത്? ഓർമ്മയില്ല, എത്ര നിരപരാധിയായിട്ടുള്ള RSS പ്രവർത്തകർ അതിന്റെ പേരിൽ വേട്ടയാടപ്പെട്ടു, എത്ര പേരെ കൊണ്ടുപോയി പോലീസ് തല്ലിച്ചതച്ചു, എത്ര ചെറുപ്പക്കാരുടെ ജീവിതം തകർന്നു. ഒടുവിൽ അന്വേഷണം നടത്തി കണ്ടെത്തിയത് എന്താ? CPMന്റെ നേതാക്കൾ ഗൂഢാലോചന നടത്തി ഒരു മുസ്ലിം ചെറുപ്പക്കാരനെ, പള്ളിയിൽ നിന്ന് പ്രാർത്ഥിച്ചിറങ്ങി വരുന്ന ഒരു മുസ്ലിം ചെറുപ്പക്കാരനെ വെട്ടിക്കൊന്നിട്ട് ആ ചോരയിൽ മുക്കിയ തൂവാൻ RSSന്റെ ശാഖയിൽ കൊണ്ടുപോയിട്ടു. എന്തിനു വേണ്ടി? മുസ്ലിം സംരക്ഷ വേഷം കെട്ടാൻ. അവിടെ RSSും അതുപോലെ തന്നെ മുസ്ലിം വിഭാഗവും തമ്മിൽ ഒരു സംഘർഷം ഉണ്ടാകുമ്പോൾ അതിനിടയിൽ വന്ന് ഞങ്ങളാണ് മുസ്ലിം സംരക്ഷകർ എന്ന വേഷം കെട്ടാൻ വേണ്ടി നടത്തിയിട്ടുള്ള ഹീനമായിട്ടുള്ള ശ്രമമല്ലേ? കേൾക്കരുത്. അതിനേക്കാൾ നേതാവാണ് ഈ പറഞ്ഞ IPC 153 എന്ന് പറഞ്ഞാൽ ആ സമയത്ത് IPC തന്നെയാണ്, ഭാരതീയ ന്യായ സംഹിത ആവുന്നില്ല. IPC 153A ആവട്ടെ, 295 ആവട്ടെ, IT ആക്ട് ആവട്ടെ, അതൊക്കെ അട്രാക്ട് ചെയ്യുന്ന ഒന്നാന്തരം ഒഫൻസ് ചെയ്ത ആളാണ് KK ലതിക. കേസെടുക്കുന്നില്ല. രണ്ട്, ഈ പോരാളി ഷാജി എന്ന് പറഞ്ഞാൽ അബ്ദുവിൻ്റെ വഹാബ് സൺ ഓഫ് അബ്ദുവിൻ്റെ മകൻ വഹാബാണ് പോരാളി ഷാജി എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തുന്നത്. ഇത്രനാൾ കൂടി ഇയാളാണ് ഈ ഗ്രൂപ്പിൻ്റെ അഡ്മിൻ എന്ന് കണ്ടെത്തുന്നു. എന്നിട്ട് ചെയ്തത് എന്താണ്? വഹാബിൻ്റെ ഫോൺ എടുത്തുകൊണ്ട് പോയി. ഒരു ഫോൺ എടുത്തുകൊണ്ട് പോയി. പിന്നെ ഈ റിബേഷ് രാമകൃഷ്ണൻ എന്ന് പറയുന്ന ആളുടെ ഒരു ഫോൺ എടുത്തുകൊണ്ട് പോയി. ഇവർക്ക് ഒറ്റ ഫോണേ ഉള്ളോ സന്ദീപ്? എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ ഇടപാട് നടത്തുന്ന, ഇത്തരത്തിൽ വ്യവഹാരം നടത്തുന്ന, ഇത്തരത്തിൽ വ്യാജ സ്ക്രീൻഷോട്ടുകൾ പ്രചരിപ്പിക്കാൻ കൂട്ടുനിൽക്കുന്ന, ഇത്തരത്തിൽ വ്യക്തി അധിക്ഷേപങ്ങളും തേജോധങ്ങളും നടത്തുന്ന ഈ കൂട്ടർക്ക് ഒറ്റ ഫോണേ പോലീസ് എടുത്തുകൊണ്ട് പോകാനുള്ളൂ. അതോടുകൂടി അന്വേഷണം മുന്നോട്ട് പോകും എന്ന് കരുതണോ? ഹാഷ്മി, അതിനു മുമ്പ് ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന DYFIയുടെ സുഹൃത്ത് പറഞ്ഞ ചില കാര്യങ്ങൾക്ക് മറുപടി കൊടുക്കട്ടെ. അദ്ദേഹം പറഞ്ഞത് ഈ ഫസൽ വധക്കേസിൽ കുപ്പി സുബീഷിന്റെ മൊഴി വന്നതോടുകൂടി സത്യം ബോധ്യപ്പെട്ടു എന്നാണ്. ഈ കുപ്പി സുബീഷിന്റെ മൊഴി എടുത്തുകൊണ്ട് നിങ്ങൾ കോടതിയിൽ പോയല്ലോ. കോടതി എന്താ പറഞ്ഞത്? കോടതി എന്താ കണ്ടെത്തിയത്? CBI കോടതി കണ്ടെത്തിയത് കുപ്പി സുബീഷിനെ കേരള പോലീസ് അനധികൃതമായി കസ്റ്റഡിയിലെടുത്ത് വ്യാജമായ തെളിവുണ്ടാക്കാൻ നോക്കി എന്നാണ് കണ്ടെത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ അപേക്ഷ തള്ളിക്കളയാണ് ചെയ്തത്, ചവറ്റുകൊട്ടയിലിട്ടു.
എന്നിട്ട് അതും പൊക്കി പിടിച്ചുകൊണ്ടാണോ ചർച്ചയിൽ വരുന്നത്? രണ്ട്, അദ്ദേഹം പറയുന്നത് ഈ കുഞ്ഞിരാമന്റെ മരണത്തെ സംബന്ധിച്ചാണ്. നിയമസഭയ്ക്കകത്ത് അന്തരിച്ച PT തോമസ് ചെയ്തൊരു പ്രസംഗമുണ്ട്. PT തോമസ് ആ പ്രസംഗം നടത്തിയ സമയത്ത് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരുടെ തൊലി ഉരിഞ്ഞു പോകുന്ന രീതിയിലാണ് PT തോമസ് ആ പ്രസംഗം നടത്തിയത്. വളരെ പ്രശസ്തമാണ് ആ പ്രസംഗം. അക്കാര്യത്തിൽ അദ്ദേഹം വ്യക്തമായിട്ട് ആ കാര്യങ്ങൾ പറയുന്നുണ്ട്. തലശ്ശേരിയിൽ നിന്ന് 19 കിലോമീറ്റർ അപ്പുറത്തുള്ള മിരുവമ്പായിൽ ആ കാലത്ത് കലാപമേ ഇല്ല. അവിടെ കള്ളുഷാപ്പിൽ നടന്നൊരു സംഘർഷത്തിലാണ് ഈ കുഞ്ഞിരാമൻ കൊല്ലപ്പെടുന്നത്. അപ്പോൾ മാത്രമല്ല, ഈ കലാപം കഴിഞ്ഞ് തൊട്ടടുത്ത ആഴ്ച പിണറായി വിജയൻ നിയമസഭയിൽ ചെയ്ത പ്രസംഗത്തിൽ കുഞ്ഞിരാമന്റെ പേരെ പറയുന്നില്ല. നിയമസഭാ രേഖയിൽ എവിടെയും കുഞ്ഞിരാമന്റെ പേര് പിണറായി വിജയൻ പറയുന്നില്ല. തലശ്ശേരിയിലെ MLA ആണ് പിണറായി വിജയൻ ആ കാലത്ത്. എന്നിട്ട് പോലും അങ്ങനെ രക്തസാക്ഷി ഉണ്ടെങ്കിൽ എന്തേ പിണറായി വിജയൻ അത് സൂചിപ്പിക്കായിരുന്നത്? അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് അക്കാലത്ത് മറ്റൊരു സംഘർഷത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ള കുഞ്ഞിരാമനെ പള്ളി സംരക്ഷിക്കാൻ പോയ കുഞ്ഞിരാമനാക്കി മാറ്റാൻ വൈദഗ്ധ്യമുള്ള പ്രചരണ സംവിധാനം നിങ്ങൾക്കുള്ളതുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ അത് പറയാൻ സാധിക്കുന്നു. അത്രേ ഉള്ളൂ. മാത്രമല്ല, CPM-ന് തലശ്ശേരി കലാപത്തിൽ പങ്കുണ്ടായിരുന്നു എന്ന് അന്നത്തെ ജില്ലാ സെക്രട്ടറി എന്ന MV രാഘവന്റെ ആത്മകഥ സുഹൃത്തൊന്ന് വായിച്ചു നോക്കിയാൽ മതി. അതിൽ കൃത്യമായി പറയുന്നുണ്ട് പാർട്ടി പ്രവർത്തകർക്ക് തലശ്ശേരി കലാപത്തിൽ പങ്കുണ്ടായിരുന്നു എന്ന് പാർട്ടി കണ്ടെത്തിയിട്ടുണ്ട്. അത് അന്നത്തെ പാർട്ടി സെക്രട്ടറി എന്ന MV രാഘവൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പിന്നെ CPM ആണ് കേരളത്തിൽ മതനിരപേക്ഷതയുടെ വലിയ അപ്പോസ്തലന്മാരെന്ന് അങ്ങ് പറഞ്ഞല്ലോ. ഇവിടെ സദ്ദാം ഹുസൈനെ ഉപയോഗിച്ചുകൊണ്ട് ഇറാഖ് കുവൈത്ത് യുദ്ധം അല്ലെങ്കിൽ ഇറാഖ് കുവൈത്തിനെ അധിനിവേശം നടത്തിയ ആ കാലഘട്ടത്തിൽ അതുപോലും വർഗീയ പ്രചാരണത്തിന് ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിൽ ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പ് ജയിച്ചതാരാ? താങ്കൾക്കത് ഓർമ്മയുണ്ടാവില്ല. പഴയ ആളുകൾ ചോദിച്ചാൽ മതി. അത് മാത്രമല്ല, പൊന്നാനി ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അബ്ദുൾ നാസർ മദിനിയെ വേദിയിൽ കൊണ്ടുവന്നിരുത്തി പിണറായി വിജയനെ വാനോളം പുകഴ്ത്തി സംസാരിച്ചതിന്റെ വിഷ്വൽസ് അന്ന് തത്സമയ സംപ്രേഷണം തുടങ്ങിയിട്ടുണ്ട്. ഹാഷ്മിക്ക് ഓർമ്മയുണ്ടാവും. എന്താണ് അബ്ദുൾ നാസർ മദനി പിണറായിയെ പൊക്കി പറഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ടാവും. ആകാശം ഇടിഞ്ഞു വീണാലും അതിന് മുകളിലൂടെ സധൈര്യം നടന്നു പോകുന്ന പിണറായി വിജയൻ എന്നാണ് അന്ന് പുകഴ്ത്തിയത്. അത് കേട്ടിങ്ങനെ കോൾമയർ കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ ഉദയനാണ് താരം സിനിമയിൽ സലീം കുമാർ ഇരിക്കുന്നത് പോലെ അല്ലെ? ആ അബ്ദുൾ നാസർ മദനിയെ കൂടെ ഇരുത്തി തെരഞ്ഞെടുപ്പിനെ നേരിട്ടവര്, സദ്ദാം ഹുസൈനെ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിട്ടവര്, അതിനും മുൻപേ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിൽ വരുന്നത് എങ്ങനെയാണ്? ശബരിമല തീവെപ്പ് കേസിലെ ജുഡീഷ്യൽ അന്വേഷണ റിപ്പോർട്ട് നിയമസഭയ്ക്ക് മുന്നിൽ ടേബിളിൽ വെക്കാമെന്ന് വാഗ്ദാനം കൊടുത്തുകൊണ്ട് വർഗീയ പ്രചരണം നടത്തിയാണ് ആദ്യത്തെ തവണ നിങ്ങൾ അധികാരത്തിൽ വരുന്നത്, ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നത്. അങ്ങനെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും മതവും ജാതിയും വർഗീയതയും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ നിരന്തരം പ്രചരണം നടത്തിയിട്ടുണ്ട്. എൻ്റെ ഒരു കൺസേൺ ഇതേ ഉള്ളൂ, ഇവർ സൃഷ്ടിച്ചിട്ടുള്ള കേരളത്തിനകത്ത് സൃഷ്ടിച്ചിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് ചെങ്കോട്ട എന്നൊക്കെ വിളിക്കുന്ന ഈ കണ്ണൂർ വടകര മേഖലയാണ് കേരളത്തിലെ ഏറ്റവും അധികം മത തീവ്രവാദികളെ NIA എത്തി പിടികൂടി കൊണ്ടുപോകുന്നത്. കനകമല, അതുപോലെ തന്നെ നാറാത്ത്, അതുപോലെ തന്നെ ഈ നാദാപുരം ഉൾപ്പെടെയുള്ള നിരവധി മേഖലകൾ അല്ലെങ്കിൽ വളപട്ടണം, ഈ മേഖലകളൊക്കെ എങ്ങനെ നിങ്ങളുടെ ഈ ചെങ്കോട്ടയ്ക്കകത്ത് ഉണ്ടായി? എങ്ങനെ വർഗീയ കലാപങ്ങൾ ഉണ്ടായി? കണാറിന്റെ കാലത്ത് എങ്ങനെ അവിടെ വർഗീയ വിഭജനം നടന്നു? ഈ ഇടത് സൈബർ ഗ്രൂപ്പിലാണ് ഇതാദ്യമായി വന്നത്. അത് റിവേഷ് രാമകൃഷ്ണനാണ് ഇട്ടത് എന്ന് ആദ്യം പറഞ്ഞ ആ റൂറൽ SP-ക്ക് ഇപ്പോൾ സ്ഥലമാറ്റമുണ്ട്. ആർക്കും ഒരു സംശയവുമില്ല. മുഹമ്മദ് അഫ്സൽ.